ഏവർക്കും നമസ്കാരം. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9 ചൊവ്വാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ US മാർക്കറ്റുകൾ വീണ്ടും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് ഇത് തുടർച്ചയായ 5ാമത്തെ ദിവസവും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. S&P 500 ആവട്ടെ തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിൽ തന്നെയാണുള്ളത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകളുടെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഇടതുപക്ഷത്തിന് വിജയം ലഭിച്ചതാണ് ഇതിന് കാരണം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ നല്ല പോസിറ്റീവിൽ തന്നെയാണുള്ളത്. എന്നിരുന്നാലും ചെറിയ വീക്ക്നെസ്സുകൾ മാർക്കറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഇന്ന് മുഖ്യമായ ഒരു വാർത്തയുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ടെൻഡർ ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു. ഇത് സോളാർ സെഗ്മെന്റിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തയാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ് ബഡ്ജറ്റ്. ജൂലൈ 23-നാണ് നടക്കുന്നത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം സെക്ടറുകളും സ്റ്റോക്കുകളും ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്തായാലും പ്രീ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 7:30 അപ്ലോഡ് ചെയ്യാറുള്ള നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ജൂലൈ 23-ന് വരാനിരിക്കുന്ന ബഡ്ജറ്റ് ഹ്രസ്വകാല ഉത്തേജന നടപടികളേക്കാൾ ദീർഘകാല സാമ്പത്തിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഗോൾഡ്മാൻ സാച്ചസ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മറ്റൊരു കാര്യം പറയുന്നത് ഉയർന്ന പൊതുകടം ഉള്ളതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്തിയ മെച്ചപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് റോഡുകൾ, പാലങ്ങൾ, യൂട്ടിലിറ്റികൾ പോലെ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാണ്. ഹ്രസ്വകാല പ്രൊജക്ടുകളിൽ പണം ചെലവഴിക്കുന്നതിന് പകരം സർക്കാർ ദീർഘകാല പ്രൊജക്ടുകളിലാവും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികമായ 2047 വരെയുള്ള ഇന്ത്യയുടെ വികസനത്തിനായുള്ള ഒരു കാഴ്ചപ്പാട് ബഡ്ജറ്റ് രൂപപ്പെടുത്തും. അടുത്ത വർഷത്തേക്ക് ധനക്കമ്മി GDP-യുടെ 5.1% നിലനിർത്താനും അടുത്ത വർഷം അത് 4.5% താഴെയാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മറ്റൊരു ഏറ്റവും ഹൈലൈറ്റായ വാർത്ത സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCCI കേന്ദ്രീകൃത സൗരോർജ്ജ താപശേഷിക്കായി 500 മെഗാവാട്ട് ടെൻഡർ നൽകാൻ പദ്ധതിയിടുന്നു. ഇത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ടെൻഡർ ആയിരിക്കും. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ടെൻഡർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും പ്രൊജക്ട് പ്രവർത്തിക്കുക. കൂടാതെ ഈ പ്രൊജക്ടിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ കൂടി നമുക്ക് നോക്കാം. ടാറ്റ പവർ, അദാനി ഗ്രീൻ എനർജി, റിലയൻസ് ഇൻഡസ്ട്രീസ്, സുസ്ലോൺ എനർജി, BHEL, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ സോളാർ, NTPC തുടങ്ങിയ കമ്പനികൾക്കൊക്കെ ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. സോളാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് നമ്മുടെ വ്യൂ മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പിറ്റി എഞ്ചിനീയറിംഗ് ആണ്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി പിറ്റി എഞ്ചിനീയറിംഗ് ഒരു QIP ആരംഭിച്ചു. ഇഷ്യൂ വഴി 360 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് എന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. CNBC TV 18-ൽ വന്ന ഒരു വാർത്തയാണിത്. അടുത്തത് MGL മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്. ജൂലൈ 8 തിങ്കളാഴ്ച കമ്പനി മുംബൈയിലും പരിസരത്തും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ഗാർഹിക പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയുടെ വില പുതുക്കി നിശ്ചയിച്ചു. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് BPCL-മായി ബന്ധപ്പെട്ടതാണ്. $2.9 ബില്യൺ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രോഗ്രാമിന് കീഴിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൽ ശ്രീലങ്കൻ സർക്കാർ ഉടമസ്ഥയിലുള്ള LPG കമ്പനിക്കും ടെർമിനലിനും വേണ്ടിയുള്ള 8 ലേലക്കാരിൽ ഭാരത് പെട്രോളിയം ഉൾപ്പെടുന്നു. അടുത്തത് HEC ഇൻഫ്ര. 28.44 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഒരു ഓഹരിക്ക് 1.85 രൂപയുടെ അന്തിമ ലാഭവിഹിതം കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് ജൂപ്പിറ്റർ വാഗൺസ് ആണ്. ഫണ്ട് റൈസിംഗ് പരിഗണിക്കുന്നതിനായി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് സമാഹരിക്കാൻ കമ്പനി തീരുമാനിച്ചു. 689.47 എന്നതാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൻ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, ഇൻഡസ് ടവേഴ്സ്, PEL എന്നിവയാണ്. ഇന്ന് മുതൽ റിസൾട്ട് സീസൺ കൂടി ആരംഭിക്കുകയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഡെൽറ്റ കോർപ്പ്, GM ബ്രിവറീസ് എന്നിവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനായ ലൈവ് സെഷൻ രാവിലെ 10:30 മുതൽ 3:30 വരെയാണ് നടക്കുക. അപ്പോൾ എല്ലാവരും ആ ലൈവ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.
ഇനി ലൈവ് കാണാൻ സാധിക്കാത്ത നമ്മുടെ സ്റ്റുഡൻസിനായി നിങ്ങൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം. നിഫ്റ്റിയും സെൻസെക്സും ചെറിയ ഇടിവിൽ ക്ലോസ് ചെയ്തു. HDFC ബാങ്ക് ഒരിക്കൽ കൂടി ഇടിഞ്ഞു. അതുകൊണ്ട് നിഫ്റ്റി ബാങ്ക് 235 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. നിഫ്റ്റി FMCG 2% ഉയരുകയുണ്ടായി. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. Q1 അപ്ഡേറ്റിന് ശേഷം ടൈറ്റൻ 4% ഇടിവ് രേഖപ്പെടുത്തി. റെയിൽവേ സ്റ്റോക്കുകൾ ഇടിയുകയുണ്ടായി. RVNL 15% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 24,320 വെറും 3 പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 24,300 ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റിയായി തന്നെ കണക്കാക്കാം. 24,370 മുതൽ 24,500 വരെയുള്ള ലെവലിൽ നല്ല റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയിൽ കാണപ്പെടുന്നത്. ബോളിഞ്ചർ ബാൻഡ് ഹവർലി ചാർട്ടിൽ ഒരു കോൺട്രാക്ഷൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വലിയ ലോവർ ഷാഡോവോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവറിലാണ് ഉള്ളത്. എന്നിരുന്നാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത്. കാരണം ഇപ്പോഴും എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായി തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അത് വളരെ വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ വരുന്നത് 40 ഹവർ EMA ഉള്ള 24,215 എന്ന ലെവലാണ്. ആ ഒരു റേഞ്ച് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 24,400 ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപ്സൈഡിലെ ഒരു ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് കോൾ സൈഡിൽ 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 24,000 അതിനുശേഷം 24,200 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,300 8% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 15% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 24,250 സ്ട്രൈക്കിൽ 6% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ്. എന്നാൽ 1% ഇടിവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 24,350 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 30% മാത്രം വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് കുറച്ച് ഒരു മുൻതൂക്കത്തിൽ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 0.45% ഇടിഞ്ഞാണ്. 52,425 എന്ന നിലയിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു കൺസോൾട്ടേഷന്റെ സൂചനകളാണ് കാണുന്നത്. മാത്രമല്ല 10-day EMAയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ വരുന്നത് 20-day EMA ഉള്ള 51,690 റേഞ്ചാണ്. ആ ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയുടെ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000 ഇന്ത്യ വിക്സിലേക്ക് 13.60 എന്ന നിലയിൽ 7.13% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി ഇന്ത്യ വിക്സ് ഇടിയുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ നല്ലൊരു റിക്കവറിയാണ് ഇന്ത്യ വിക്സിൽ കിട്ടിയത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 60 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ശക്തമായി തന്നെ തിരിച്ചു വന്നു. 2,866 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ ജൂലൈ മാസത്തിൽ FISും DISും നെറ്റ് ബയേഴ്സ് ആയി കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്കും വീണ്ടും റെക്കോർഡ് ഹൈയിലാണ് തിങ്കളാഴ്ചയും ക്ലോസ് ചെയ്യുന്നത്. പുതുതായി വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റയിൽ പ്രതീക്ഷ അർപ്പിച്ച വിപണിയെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സ്റ്റോക്കുകളിൽ Nvidia 2% ഉയർന്നു, ഇന്റൽ 6%, AMD 4%. അതുകൊണ്ട് ഫിലാദാൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 1.9% ഉയരുകയും ചെയ്തു. പണപ്പെരുപ്പത്തിനെതിരെ പോരാടുന്നതിൽ ഫെഡറൽ റിസർവിന്റെ പുരോഗതി അളക്കാൻ വ്യാപാരികൾ വ്യാഴാഴ്ചത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും വെള്ളിയാഴ്ച പുറത്തുവരുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും. ഇതുകൂടാതെ പലിശ നിരക്ക് കുറയ്ക്കാൻ ദീർഘകാലം കാത്തിരിക്കുന്നത് തൊഴിൽ വിപണിയെ തകർക്കുമെന്നും സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും നിക്ഷേപകർ ആശങ്കപ്പെടുന്നു.
ഇന്നും നാളെയുമായി US സെനറ്റ് ആൻഡ് ഹൗസ് കമ്മിറ്റികൾക്ക് മുൻപാകെ ശ്രീ ജെറോം പവലിന്റെ സെമി ആനുവൽ ടെസ്റ്റിമോണി നിക്ഷേപകർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കും. കൂടാതെ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 75%. കഴിഞ്ഞ ആഴ്ച അത് 60% മാത്രമായിരുന്നു. US-ൽ ഈ ആഴ്ച ഏർണിംഗ് സീസൺ ആരംഭിക്കുകയാണ്. JP മോർഗൻ ചേസ്, വെൽസ് ഫാർഗോ, സിറ്റി ഗ്രൂപ്പ് എന്നിവയുടെ റിസൾട്ടുകളാണ് പുറത്തുവരുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.36% നേട്ടത്തിൽ, വിപ്രോ 0.47% നേട്ടത്തിലും ക്ലോസ് ചെയ്യുന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.31% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.05% എന്നൊരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.67% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.72% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണുള്ളത്. ഡൗ ജോൺസ് 0.09% നേട്ടത്തിലും S&P 500 0.16% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.13% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.02% ഇടിഞ്ഞു. ഏറ്റവും വലിയ ഇടിവ് നേരിട്ടത് ഫ്രാൻസ് മാർക്കറ്റ് CAC ആയിരുന്നു. 0.63% ഇടിഞ്ഞത്. രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വിജയം ഇടതുപക്ഷത്തിന് ലഭിച്ചതാണ് ഫ്രാൻസ് മാർക്കറ്റിൽ വലിയ ഇടിവിന് കാരണമായത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 ഒരു ഫ്ലാറ്റായ രീതിയിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ, CAC 0.06% നേട്ടത്തിൽ, FTSE 0.03% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,388 എന്ന നിലയിലാണ്. 15 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നൊരു 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി നല്ല പോസിറ്റീവിൽ തന്നെയാണ്. 1.12% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.47% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.11% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.03% നേട്ടത്തിൽ എന്നിങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഗൾഫ് തീരത്തെ ശുദ്ധീകരണം, ഉൽപ്പാദനം, കയറ്റുമതി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ബെറിലിന്റെ സ്വാധീനം വ്യാപാരികൾ വിലയിരുത്തിയതിനാൽ തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ 1% ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $85.74 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $82.29 പെർ ബാരൽ എന്ന നിലയിൽ 0.05% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, ET Now, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.